കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കടല് പോലെ കിടക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. നാം അറിഞ്ഞിരിക്കുന്ന പോലെ ഈ രണ്ട് പുസ്തകങ്ങളും ഒരേ ആശയങ്ങളും ദർശനങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നതാണ്. ദാനിയേൽ പ്രവചനം പരിശോധിച്ചാലും വെളിപ്പാട് പുസ്തകം പരിശോധിച്ചാലും അതിനകത്തെ ദർശനങ്ങളും പ്രവചന ചിന്തകളും ആശയങ്ങളും ഒക്കെ ഒരേ നിലയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദാനിയേൽ പ്രവചനത്തിലെ മുഖ്യ വിഷയങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗാഡ്സ് സോവർജിനിറ്റി ഓവർ എർത്തിലി കിങ്ഡംസ്. ഭൂമിയിലുള്ള രാജ്യങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ പരമാധികാരമാണ് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഫെയ്ത്ത്ഫുൾനെസ് അണ്ടർ പെർസിക്യൂഷൻ, പീഡനങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതെന്ന് ഈ ദാനിയേൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നു. തീച്ചൂളയിൽ വീണ യഹൂദ ബാലന്മാരെ നോക്ക്, ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ ദൈവം തെളിയിച്ചു. ജീവനുള്ള സിംഹങ്ങളുടെ നടുവിൽ ദാനിയേലിനെ ഇട്ടപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ തെളിയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. മൂന്നാമത്, വരുവാനുള്ള രാജ്യങ്ങളും ദൈവത്തിന്റെ നിത്യ രാജ്യത്വവും വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. ഫ്യൂച്ചർ കിങ്ഡംസ് ആൻഡ് ഗാഡ്സ് എറ്റേണൽ കിങ്ഡം. അതായത് ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് താൻ കണ്ടതായിരിക്കുന്ന ദർശനങ്ങൾ ഭാവിയിൽ സംഭവിക്കുന്നതും ഏറ്റവും ഒടുവിൽ ദൈവം സ്ഥാപിക്കുന്ന രാജ്യവുമാണ് ദാനിയേൽ പ്രവാചകൻ ദർശനത്തിൽ കൂടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഒടുവിലായി ഈ ദാനിയേൽ പ്രവചനം മശിഹയുടെ ആഗമനത്തെയും അല്ലെങ്കിൽ മശിഹയുടെ പ്രത്യക്ഷതയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ദ കമ്മിങ് ഓഫ് ദ മസായ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ വെളിപ്പാട് ദിവസം കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ, നല്ലത് പറഞ്ഞാൽ കുറെ പുതിയ കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ആരും ഓടൽ. ഈ ക്ലാസ്സുകൾ പലരും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് പാട്ട് പ്രാക്ടീസ് ഉണ്ട്, അതുണ്ട്, ചർച്ചിനകത്ത് മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യം, ഇതൊക്കെ എന്നും ഉള്ളതാണ്. ഇത് കളഞ്ഞിട്ട് പോയാൽ അതിന്റെ ഗൗരവത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം, ദാനിയേൽ പ്രവചനം നമ്മൾ ചിന്തിച്ചു വരുന്നു. അതിനോട് കണക്ട് ചെയ്താണ് നമ്മൾ വെളിപ്പാട് ദിവസം പഠിക്കുന്നത്. വെളിപ്പാട് ദിവസത്തിൽ 22 അധ്യായങ്ങളാണ്. 22 അധ്യായങ്ങൾ. ആദ്യത്തെ അധ്യായം യേശുക്രിസ്തുവിന്റെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. 2-3 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഏഷ്യ മൈനറിലുള്ളതായിരിക്കുന്ന 7 സഭകൾക്കുള്ള ലെറ്റേഴ്സ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നു. 5-ാം അധ്യായത്തിൽ സ്വർഗീയ സംഭവങ്ങൾ യോഹന്നാൻ കാണുകയാണ്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ് മഹോപദ്രവ കാലയളവ് എന്ന് പറയുന്ന കാലഘട്ടം, ദ ഗ്രേറ്റ് റെവല്യൂഷൻ. 19-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ എടുക്കപ്പെട്ട ദൈവസഭയോടുകൂടെ 19-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗമാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു യുദ്ധമുണ്ട്. അതിനാണ് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. കർത്താവ് ആ യുദ്ധത്തിൽ ജയിക്കുന്നു. 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലയിടുന്നു. തുടർന്ന് 1000 ആണ്ട് വാഴ്ച യെരുശലേമിനെ കേന്ദ്രമാക്കി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കുഞ്ഞാടായി ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
20-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് വലിയ യുദ്ധം, ലാസ്റ്റ് യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത സംഭവം എന്തുവാ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. പുതിയ യെരൂശലേം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ യെരൂശലേം, 22-ാം അധ്യായത്തിൽ നിത്യത. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ രക്ത ചുരുക്കം എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒന്ന് ഓർപ്പിച്ചു വിടുകയാണ്. 4 കാര്യങ്ങളാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരർത്ഥത്തിൽ ബൈബിളിലെ കീ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യായം കൂടാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം. അതായത് ഈ ലോകത്തിലെ ഭരണം തുടങ്ങി മശിഹായിൽ ആ ഭരണം ചെന്ന് അവസാനിക്കുകയാണ്. മനസ്സിലായോ? 7-ാം അധ്യായത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ലോക സാമ്രാജ്യങ്ങൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13 മുതൽ 14 വരെ നമ്മൾ വായിക്കുമ്പോൾ ദ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രനെ കുറിച്ചുള്ള സംഭവങ്ങൾ ദാനിയേൽ ദർശിക്കുകയാണ്. മൂന്നാമതായി ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഹെവൻലി ത്രോൺ റൂം, സ്വർഗീയ സിംഹാസനവും അനുബന്ധ സംഭവങ്ങളും നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 4-ാമത് ന്യായവിധിയാണ്, ജഡ്ജ്മെന്റ്. ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായവും ഫൈനൽ ജഡ്ജ്മെന്റിനെ കുറിച്ച് ശക്തമായി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വലിയ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിലുള്ള ന്യായവിധി. നമ്മളൊക്കെ അത് വളരെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നിങ്ങളിത് പഠിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ അതേ അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 കാര്യങ്ങൾ കൊണ്ട് അത് അവസാനിക്കുന്നില്ല. കഷ്ടതയുടെ കാലഘട്ടത്തെ കുറിച്ച്, ടൈം ഓഫ് ട്രബിൾ, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Daniel speaks of persecution and suffering before God's kingdom is established. ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് നടക്കുന്ന കഷ്ടതകളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും ദാനിയേൽ ഇവിടെ സംസാരിക്കുന്നു. അതിനെയാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുള്ള യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോപദ്രവ കാലഘട്ടം. ആറാമതായി ഗോഡ്സ് എറ്റേണൽ കിങ്ഡം. A central theme of both book is that human kingdoms are temporary while God's kingdom is eternal. ഈ 2 പുസ്തകങ്ങളുടെയും കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ലോകത്തിലുള്ള മാനുഷിക ഭരണകൂടങ്ങളെല്ലാം താൽക്കാലികമാണ്, ദൈവത്തിന്റെ രാജ്യം നിത്യമാണ് എന്നുള്ളതാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അവസാനിക്കുന്നത് വിശുദ്ധന്മാർക്ക് ദൈവരാജ്യം ലഭിക്കുന്നതോടുകൂടെയാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നതും
പുതിയ സൃഷ്ടികളുടെ സ്ഥാപനവും നിത്യമായ ദൈവിക ഭരണത്തോടുകൂടെയാണ്. എല്ലാം പുതുതാക്കുന്നു അല്ലെ? എവിടെ ഒന്ന് വായിച്ചോ? വെളിപ്പാട് ദിവസം 21:5. വെളിപ്പാട് ദിവസം 21:5. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, I make all things new. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുക സകലവും പുതുതാക്കുന്നു. ന്യൂ ക്രിയേഷൻ. എന്തൊക്കെയാ? പുതിയ ആകാശം, പുതിയ ഭൂമി, എല്ലാം പുതിയതാ. മനസ്സിലായോ? പിന്നെ അങ്ങോട്ടുള്ള ഭരണവും അത് നിത്യമായ ഭരണമാണ്. ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒത്തിരി പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നിങ്ങൾ വായിക്കേണ്ട വാക്യങ്ങൾ നമുക്ക് എടുക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഞാൻ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമ പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഇവിടെ ന്യായാസനങ്ങളെ ദാനിയേൽ ദർശനത്തിൽ കൂടെ കാണുക. നമ്മള് പ്രധാനമായി ന്യായാസനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി ന്യായാസനങ്ങൾക്ക് ബൈബിളിലുണ്ട്. പക്ഷെ പ്രധാനമായി 3 ന്യായാസനങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന്, ക്രിസ്തുവിന്റെ ന്യായാസനം. എന്താണ്? ക്രിസ്തുവിന്റെ ന്യായാസനം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കണ്ടോ? ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനം. ഈ ക്രിസ്തുവിന്റെ ന്യായാസനം ആർക്കു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ ന്യായാസനം ആർക്കു വേണ്ടിയാണ്? ദുഷ്ടന്മാർക്ക് വേണ്ടിയാണോ? ജാതികൾക്ക് വേണ്ടിയാണോ? ദൈവസഭയ്ക്ക് വേണ്ടിയാണോ? എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടി. അല്ല, നാം എല്ലാവരും എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് അതിനകത്തുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ന്യായാസനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. നമ്മൾ അത് ഇന്ന് കുറച്ച് കൂടുതൽ പഠിക്കും കേട്ടോ, ഓർത്ത് വെച്ചു. രണ്ടാമത്തേത് തേജസ്സിന്റെ സിംഹാസനമാണ്. സഭയ്ക്ക് വേണ്ടിയുള്ള ന്യായാസനം ക്രിസ്തുവിന്റെ ന്യായാസനം. 2, തേജസ്സിന്റെ സിംഹാസനം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കാം. മത്തായി 25 മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ
സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ആ സകല ജാതികളെ അവൻ അവന്റെ മുൻപിൽ കൂട്ടും. ആ അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അന്നേരം ഈ തേജസ്സിന്റെ സിംഹാസനം ആർക്ക് വേണ്ടിയുള്ളതാ? തേജസ്സിന്റെ സിംഹാസനം ആർക്ക് വേണ്ടിയുള്ളതാ? എല്ലാ ജാതികൾക്കും ജഡ്ജ്മെന്റ് ഓഫ് നേഷൻസ്. ഇത് ജാതികളുടെ ന്യായവിധിയാണ്, സഭയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ജാതികൾക്ക് വേണ്ടിയുള്ളതാണ്. യഹൂദിനോടുള്ള ബന്ധത്തിൽ വലിയ പീഡനങ്ങളുടെ നടുവിൽ യഹൂദജനത്തെ സഹായിച്ചവരെ ചെമ്മരിയാടായിട്ടു, യഹൂദജനത്തെ സഹായിക്കാത്തവരെ കോലാടായിട്ടും വേർതിരിച്ചു. അതിന്റെ എല്ലാ ലക്ഷണങ്ങളുമായി ഇന്ന് ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. അബ്രഹാമിനോടുള്ള ഉടമ്പടി രാജ്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ജാതികൾക്കുള്ള ന്യായം. അറിയാതിന്റെ ചെമ്മരിയാടുകൾ ആരാണ്, കോലാടുകൾ ആരാണെന്ന് വിവരിക്കാമോ? ചെമ്മരിയാടുകൾ, കോലാടുകൾ ഇസ്രായേൽ ജനത്തെ സഹായിച്ചവരാണ്, സഹായിച്ച ജാതികൾ. ഇന്ന് നോക്കിയേ, ഇന്ന് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് ടൈപ്പായി. എന്തെങ്കിലും കേട്ടുവഴിയുള്ള കാര്യമാണ്. പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ എനിക്കത് വിവരിപ്പാൻ പിന്നെ ഇന്നത്തെ സാഹിത്യ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് വിടുകയാണ്. മനസ്സിലായോ? എന്നാൽ എതിർക്കുന്നവരാണ് കോലാട്. ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദ ജനത്തെ അംഗീകരിക്കുകയും, അവർ വായിക്കുന്നത്, എനിക്ക് ദാഹിച്ചു കുടിപ്പാൻ തന്നവര്, വിശന്നു ഭക്ഷിപ്പാൻ തന്നവര്, വസ്ത്രം തന്നവര്, രോഗിയായി കിടന്നു കണ്ടവര്. മനസ്സിലായി? മറുഭാഗത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അന്നേരം അങ്ങനെ രണ്ട് കൂട്ടര് അധികം താമസിക്കാതെ വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ ജനത്തെ സപ്പോർട്ട് ചെയ്തവരെ ദൈവരാജ്യത്തിലേക്ക് ദൈവം പ്രവേശിപ്പിക്കും. മൂന്നാമത്തേത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള ഭാഗത്താണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള ഭാഗത്ത്, ഞാൻ വലിയ സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മതി. വലിയ വെള്ള സിംഹാസനം, ഇത് ആർക്ക് വേണ്ടിയാ? അമ്മച്ചി വയറ്റിന്ന് പോകുന്നുണ്ടോ നീ? വലിയ വെള്ള സിംഹാസനം ആർക്ക് വേണ്ടിയാ? മരിച്ചവർ ആബാലവൃദ്ധം. ദുഷ്ടന്മാർക്ക് വേണ്ടിയാ. അവിടെ നടക്കുന്ന ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയാണ്. അവിടെ ഈ സിംഹാസനത്തിന് മുമ്പിൽ നോ വൺ വിൽ ബി എസ്കേപ്പ്. ആരും രക്ഷപ്പെടുന്നില്ല. മനസ്സിലായോ?
കായീൻ തുടങ്ങി സഹസ്രാബ്ദ വാഴ്ച വരെ പാപത്തിൽ മരിച്ച സകല ദുഷ്ടന്മാരും ഉയർത്തെഴുന്നേൽക്കും. അവരെ ദൈവം ന്യായം വിധിക്കും. അത് വളരെ കർശനമായി പഠിക്കുന്ന വിഷയമാണ്. കർത്താവ് ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കാം. അതിപ്പോ 3 കാര്യം ഓർത്തിരിക്കണം. ദൈവസഭയ്ക്ക് പ്രതിഫലം കൊടുക്കുന്ന കാര്യമാണ് 2 കൊരിന്ത്യർ 5:10 കാണുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനം സഭയ്ക്ക് വേണ്ടിയുള്ളത്. രണ്ടാമത് തേജസ്സിന്റെ സിംഹാസനം. അത് നേഷൻസ്, ജാതികൾക്ക് വേണ്ടിയുള്ളതാണ്. ജാതികൾ നേഷൻസ് എന്നുള്ള പദമാണ്, അല്ലാതെ മറ്റുള്ള പദമല്ല അവിടെ ചേർക്കേണ്ടത്. നമ്മൾ ജാതികൾ ഉദ്ദേശിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരൊക്കെ, പക്ഷെ ബൈബിളിൽ നേഷൻസ് എന്നുള്ള പദമാണ്. രാജ്യങ്ങൾ, രാജ്യങ്ങൾക്കുള്ള ന്യായം. മൂന്നാമത് ദുഷ്ടന്മാർക്കുള്ള ന്യായവിധി. അതെന്താണ്? വെള്ള സിംഹാസനമുള്ള ന്യായവിധി. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ആരെങ്കിലും എവിടെയും ചോദിക്കുക വെള്ള സിംഹാസനത്തിലുള്ള ന്യായവിധി ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയ്ക്കാന്ന് എഴുന്നേറ്റ് പറഞ്ഞേക്കല്ലേ കേട്ടോ. അവിടെ ആരും രക്ഷിക്കപ്പെടുന്നില്ല, രക്ഷപ്പെടുന്നതുമില്ല. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ചാ പഠിക്കാൻ പോകും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇനി നല്ല സന്തോഷത്തോടെ ഈ പറയുന്ന 2 വാക്യങ്ങൾ വായിക്കണം. 2 കൊരിന്ത്യർ 5:10, റോമാലേഖനം 14, 10, 11, 12. 2 കൊരിന്ത്യർ 5:10 വായിക്കണം. റോമാലേഖനം 14, 10, 11, 12 വായിക്കാം. അവനവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ ജീവനോടിരിക്കുമ്പോൾ ചെയ്തത്. അവിടുത്തെ ആ ഭാഗത്തിൽ വലിയ വിഷയം കിടപ്പുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇനി റോമാലേഖനം 14-ാം അധ്യായം 10, 11, 12. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി. We will all stand before God's judgment. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഈ ന്യായാസനത്തിൽ നടക്കുന്നത് ശിക്ഷയല്ല, ന്യായവിധിയല്ല, ബട്ട് ന്യായമായിട്ടുള്ള ദൈവജനത്തിന് ലഭിക്കേണ്ട പ്രതിഫലമാണ്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രതിഫലം. എന്താണോ ജീവനോടിരുന്നപ്പോൾ ഒരു വിശ്വാസി ചെയ്തത് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ദൈവം കൊടുക്കുന്നത്. അതിന് തെളിവായിട്ട് റോമാലേഖനം 8:1 വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മതി. There is therefore now no condemnation to them which are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മലയാളം ബൈബിളിലും
NIV-ലും ഒക്കെ ഇത്രയും കാര്യമേ എഴുതി വെച്ചിട്ടുള്ളൂ. അവർക്കൊക്കെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്നാൽ കിങ് ജെയിംസ് വേർഷൻ, ഓതറൈസ്ഡ് ബൈബിളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വളരെ ഭംഗിയായിട്ട് ആ വാക്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മലയാളം ബൈബിളിൽ റോമർ 8:1 ഇൻകംപ്ലീറ്റ് ആണ്. പകുതി വാക്യമുള്ളതിനകത്ത്. കിങ് ജെയിംസ് വേർഷനില് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത് എന്താ? ഇംഗ്ലീഷ് ബൈബിൾ പല ലിവിങ് ട്രാൻസ്ലേഷൻ ഒന്നും പോയി കിട്ടത്തില്ല. തിരുത്തപ്പെടാത്ത ബൈബിൾ നോക്കണം. ന്യൂ KJV, കിങ് ജെയിംസ് വേർഷനോ ഒക്കെ നോക്കിയാൽ നമ്മൾ അവിടെ കാണുന്നത് there is therefore now no condemnation to them which are in Christ Jesus. അടുത്ത് പറയുകയാണ്, who walk not after the flesh but after the spirit. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കത്രേ. ഇത് മലയാളത്തിലില്ല. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ന്യൂ കിങ് ജെയിംസ് വേർഷൻ വായിക്കണം. NIV നിങ്ങൾ ഉപയോഗിക്കുക. NIV-ക്കകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഒത്തിരി വാക്യങ്ങൾ NIV-യിലില്ല. ന്യൂ ഇന്റർനാഷണൽ വേഴ്സൺ, അതാണ് NIV എന്ന് പറയുന്നത്. അതിനകത്ത് എന്തില്ല? വാക്യങ്ങൾ പലതും പൂർണ്ണമല്ല. പല വാക്യങ്ങളും ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, വിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ സിമ്പിൾ ഇംഗ്ലീഷാ. പിള്ളേർക്കൊക്കെ സിമ്പിൾ ഇംഗ്ലീഷ് മതി. അതുകൊണ്ട് സിമ്പിൾ ഇംഗ്ലീഷിന് വേണ്ടിയാണ് അത് അവർ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് സിമ്പിൾ ആയിരിക്കും, പക്ഷെ പല വാക്യങ്ങളും നമുക്ക് അർത്ഥമില്ലാതെ വരും. മനസ്സിലായോ? അത് പഠനത്തിനും പിന്നെ ചിന്തകൾക്കൊക്കെ എപ്പോഴും ന്യൂ KJV എന്ന് ഞാൻ മറ്റേ KJV ന്യൂ എന്ന് പറഞ്ഞാൽ KJV പഴയ കാലത്ത് ലിപി ആയതുകൊണ്ട് ആർട്ട്, ദൗ, ദി എന്നൊക്കെയുള്ള പദമായതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും മനസ്സിലാകത്തില്ല. പഴയ ലിപി അറിയാവുന്നവർക്ക് പിന്നെ KJV വായിച്ചാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ലഘൂകരിച്ച് അർത്ഥം മാറ്റാതെ വാക്യങ്ങൾ കുറയ്ക്കാതെ അത് ന്യൂ KJV ആക്കി പരിഷ്കരിച്ചിട്ടുണ്ട്. അതൊരു നന്നായിരിക്കും. അന്നേരം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവപൈതലിന് എന്തില്ല? അവന് ശിക്ഷയില്ല. അവന് പ്രതിഫലമാണ് കിട്ടേണ്ടത്. ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും ശിക്ഷിക്കുകയില്ല. ശിക്ഷിക്കലെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ബാലശിക്ഷ കാര്യം പറയുന്നത്. ഭാവിയിൽ അവന് ശിക്ഷയില്ല. അവന് ലഭിക്കപ്പെടേണ്ട ഏത് ശിക്ഷയാണെങ്കിലും മരണം കൊണ്ട് അവസാനിക്കുക. ഇവിടെ വെച്ച് എന്ത് ചെയ്യുക? കൊടുക്കുക. ബാക്കിയുള്ളത് പ്രതിഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിഷയമാണ്. മനസ്സിലായോ? ചിലര് രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് വാദിക്കുന്നത് ഈ വാക്യം വെച്ചാ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറയുമ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരാളുടെ രക്ഷ നഷ്ടപ്പെടുന്നതിന് വാദിക്കും. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം എന്തോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കല്ല. അന്നേരം ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് എന്തുണ്ട്? ഏത് വിശ്വാസിയായാലും ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കാണ് ശിക്ഷയില്ലാത്തത്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രതിഫലമാകും. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പിന്നെ പിന്മാറി ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും ഇല്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സാറേ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഹിന്ദി ഒട്ടും വശമില്ലാത്തൊരു ഭാഷയാണ്. ഒന്ന് വായിച്ച് ഫസ്റ്റ്. सो अब जो मसीह यीशु में है, उन पर दंड की आज्ञा नहीं, क्योंकि
कि दे वे शरीर के अनुसार नहीं वरन आत्मा के अनुसार चलते हैं. പറഞ്ഞാൽ ശരീരമനുസരിച്ച് അല്ല, ആത്മാവിനനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. ശരീരത്തിന്റെ അനുസരിച്ച് നടക്കുന്നവർക്ക് നമ്മുടെ ശിക്ഷയുണ്ട്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷയുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. എനിക്ക് തമിഴ് ബൈബിളിലും ഇത് തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ബന്ധമുള്ളതാണ് തമിഴ്. നമുക്ക് തമിഴ് അറിയാവുന്നൊരു വല്ല ഉണ്ടോ അതിനകത്ത് അറിയത്തില്ല. ഓക്കെ, ഗുഡ്. അന്നേരം രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. എഫെസ്യർ 2:8 വായിക്കുമ്പോൾ കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നമ്മുടെ പ്രവൃത്തി അതിന് കാരണമല്ല. അത് വായിച്ചേട്ടെ, രണ്ട് കാര്യം ഒന്ന് ഓർപ്പിക്കാനാ. എഫെസ്യർ 2:8 വായിച്ചേ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആമേൻ. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. അല്ലാതെ ആരെങ്കിലും ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കരവരുത്താം. കൃപയാൽ അല്ലാതെ രക്ഷിക്കപ്പെട്ടവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എല്ലാരും കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, അല്ലേ? പൊന്ന ടോമി അല്ലേ? നമ്മളൊക്കെ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? കൃപയാല. അതിന് രക്ഷ സൗജന്യമാണ്. രക്ഷ എന്താണ്? സൗജന്യമായിട്ട് കിട്ടുക. സൗജന്യമായിട്ട് കിട്ടിയത് നമ്മൾ സൂക്ഷിച്ചാലേ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. സൗജന്യമായതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്താൽ, അതിനെ നിരാകരിച്ചാൽ അത് നഷ്ടപ്പെടും, അല്ലേ? ഞാനിപ്പോൾ ജോൺസൺ CPക്ക് ഒരു പേന കൊടുക്കുക, ഫോർ എക്സാമ്പിൾ, അത് ദാനമായിട്ട് കൊടുത്ത. ഇപ്പം ജോൺസൺ CPയോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ പേനയ്ക്ക് എത്ര രൂപയായി? അതിന് ജോൺസൺ CP പറയും, ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതല്ല, അത് സൈമൺ പാസ്റ്റർ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്, ഇത് ദാനം, ഗിഫ്റ്റ് ആണ്. പുള്ളി അത് കുറച്ചു നാളൊക്കെ സൂക്ഷിച്ചു വെച്ചേച്ച് പിന്നെ അതിനെ കെയർ ചെയ്യാതെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ദാനം കൊണ്ടുള്ള ഗുണമല്ല. പറ, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. നിങ്ങൾ കൃപ നഷ്ടപ്പെടുത്തി ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജഡം പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ ആ രക്ഷ നിലനിൽക്കുകയില്ല. അതെല്ലാവരും ഓർത്തോ. അന്നേരം രക്ഷ സൗജന്യമാണെങ്കിൽ, ഇനി അടുത്തൊരു വാക്യം ഞാൻ പറയാം. വെളിപ്പാട് ദിവസം 22:12. വെളിപ്പാട് 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ആമേൻ. രക്ഷ സൗജന്യമാണ്, എന്നാൽ പ്രതിഫലങ്ങൾ പ്രവൃത്തികൾക്കനുസരിച്ചാണ്. പ്രതിഫലം എന്തോ എങ്ങനെ കിട്ടുന്നേ? പ്രവൃത്തികൾക്കനുസരിച്ചാണ്. നമ്മൾ എന്താണോ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതെ ഇരിക്കുകയില്ല, അല്ലേ? കാരണം പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലം, ചായ കൊടുത്താൽ പ്രതിഫലം, ഊണ് കൊടുത്താൽ പ്രതിഫലം, ദൈവവേലയെ സഹായിച്ചാൽ പ്രതിഫലം, എല്ലാം പ്രതിഫലം കഴിയും. ദൈവം നമുക്ക് തന്ന രക്ഷ സൗജന്യമാണ്. അതുകൊണ്ട് സൗജന്യമായി പ്രതിഫലം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. പ്രതിഫലം വേണം, എന്ത് ചെയ്യണം? എല്ലാം ചെയ്യണം. പ്രതിഫലം കിട്ടണമെങ്കിൽ വല്ലതും കൊടുക്കണം, അല്ലാതെ കിട്ടുകയില്ല. ദൈവസഭയുടെ
ഉൽപ്രാവണത്തിന് ശേഷം അല്ലെങ്കിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന വിഷയമാണ് ദൈവസഭയുടെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത്. ക്രിസ്തുവിന്റെ ന്യായാസനം സഭയുടെ എടുക്കപ്പെടലിന് ശേഷം ഉള്ള സംഭവമാണ്. മനസ്സിലായോ? ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 14 വാക്യങ്ങളുടെ വായിക്കാം. ലൂക്കോസ് 14:14. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്തവൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. നീ ചെയ്തതിന്റെ റിസൾട്ട് അറ്റ് ദ ടൈം ഓഫ് റൈറ്റസ് റിസറക്ഷൻ, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ കിട്ടും. അതിനു മുമ്പില്ല. നമ്മൾ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, അതിന്റെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് കിട്ടുന്നത് കർത്താവിന്റെ വരവിൽ മാത്രം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ അത് റിയൽ റിവാർഡ് അല്ല. അതിന്റെ റിയൽ റിവാർഡ് അല്ല നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്നത്. സ്തോത്രം. ഈ ബോണസ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. 2 വാക്യം കൊണ്ട് വായിക്കണം. 1 കൊരിന്ത്യർ 4:5. ഇത് വായിപ്പിക്കാതെ പോകാൻ പറ്റിയില്ല, അതുകൊണ്ടാ. 1 കൊരിന്ത്യർ 4:5 കൂടെ വായിച്ചേ. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. ആ അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോ ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ആമേൻ. കർത്താവ് വരുന്നതിന് മുമ്പ്, സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കല്ല. ആ സഹോദരൻ ഇങ്ങനാണ്, ഈ സഹോദരി ഇങ്ങനാണ്, അതിങ്ങനാണ്. ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിധിയല്ല ദൈവം ചെയ്യാൻ. മനസ്സിലായോ? 2 തീമോഥെയോസ് 4 അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യമായെങ്കിലും വായിക്കാം. 2 തീമോഥെയോസ് 4:7-8. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നോക്കണേ, ആ ദിവസം എനിക്ക് ആ പ്രതിഫലം കിട്ടും. ഏത് ദിവസമാണ്? പൗലോസ് പറയാണ്, ഞാൻ നല്ല പോര് പൊരുതി, എന്റെ വിശ്വാസം ഞാൻ കാത്തു, എന്റെ ഓട്ടം ഞാൻ എന്ത് ചെയ്തു? ഓടി തികച്ചു. എന്നിട്ട് വളരെ പ്രത്യാശയോട് പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പുള്ളി നല്ലതായിട്ട് ഓടിയപ്പോഴും വിശ്വാസം കാത്തപ്പോഴും നല്ല പോർ പൊരുതിയപ്പോഴും ഒന്നും ഈ കിരീടം കിട്ടിയില്ല. ഈ ഭൂമി വിളിച്ച് കിട്ടിയോ? കിട്ടിയില്ല. പുള്ളിക്ക് കല്ലേറും അടിയും കാരാഗ്രഹവാസവും ഒക്കെയാ കിട്ടിയത്. പൗലോസ് പറയാണ്, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ ദിവസത്തിന് വേണ്ടി പുള്ളി കാത്തിരിക്കുക. എന്നാണ് ആ ദിവസം? ആ 8-ാം വാക്യം ഒന്നുകൂടി വായിച്ചേ. എത്ര രസമുള്ളൊരു വാക്യം അത്. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ.
അന്നേരം യേശു തമ്പുരാന്റെ പ്രത്യക്ഷതയിലാണ്, കർത്താവ് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രതിഫലം കിട്ടുന്നത്. മനസ്സിലായോ? കർത്താവ് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രതിഫലം കിട്ടുന്നത്. ഒരു സെക്കൻഡ്. അന്നേരം ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്താലും അതിന്റെ പ്രതിഫലം, അതിന്റെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത് കർത്താവ് വരുമ്പോഴാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സ്തോത്രം. അതിനകത്ത് ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു വിഷയം, ഇന്ന് കർത്താവ് വന്ന് നമ്മളെ ചേർത്ത് കഴിയുമ്പോൾ എത്ര സന്തോഷത്തോടെ നമ്മൾ ആ പ്രതിഫലം വാങ്ങിക്കുന്നത്. നിങ്ങൾ അന്നേരം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ കൈവിടപ്പെട്ടു പോയിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ അവർ ഞെരിഞ്ഞമരുകയാണ്. ഭയങ്കര കൊലപാതകങ്ങളും പീഡനങ്ങളും അനിഷ്ട സംഭവങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ഈ ഭൂമിയിൽ നടക്കും. ആ സമയത്ത് വിശുദ്ധന്മാർ ഉയരത്തിൽ പ്രതിഫലം വാങ്ങും. ഒരാമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ പീഡനങ്ങളിൽ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ ഹല്ലേലൂയാ എന്നുള്ള സന്തോഷത്തിൽ ഓരോരുത്തർ ദൈവസന്നിധിയിൽ ക്യൂ നിന്ന് കിരീടങ്ങളും ശോഭയേറിയ അനുഭവങ്ങളും മാന്യതകളും എല്ലാം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. ന്യായവിധി എന്തിനെല്ലാമാണ്? സ്തോത്രം. നമ്മൾ അതുകൂടെ ഒന്ന് പഠിക്കാൻ പോവാം. വാട്ട് ഓൾ ദ റീസൺസ് ദ ജഡ്ജ്മെന്റ് ഫോർ. എന്തിനെല്ലാമാണ് ന്യായവിധി? നമ്മൾ മുമ്പേ വായിച്ചു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അവന് തക്കവണ്ണം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾക്ക് പ്രതിഫലമുണ്ട്. ന്യായവിധി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, ന്യായമായ വിധി എന്ന് ഓർത്താൽ മതി. മനസ്സിലായോ? ന്യായമായത് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായമായത് കിട്ടും. സഭാപ്രസംഗി എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സ് 14. സഭാപ്രസംഗി 12:14 വായിക്കാം. സഭാപ്രസംഗി 12:14. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സകലതും ന്യായവിസ്താരത്തിലേക്ക് ദൈവം. മത്തായിയുടെ സുവിശേഷം 10:41-42. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തിനെല്ലാമാണ് ദൈവം ന്യായം വിധിക്കുന്നത്? ഒന്ന് പ്രവൃത്തികൾക്ക്. അതിന്റെ റെഫറൻസ് ആണ് വായിക്കുന്നത് മത്തായി 10:41-42. വായിച്ചാട്ട് മത്തായി 10:41-42. കുറെ വാക്യങ്ങൾ വായിക്കണേ. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. എങ്ങനെയാ പ്രതിഫലം കിട്ടുന്നേ? ഒരു പ്രവാചകനാണ് നിന്റെ വീട്ടിൽ വരുന്നെങ്കിൽ ആ റെസ്പെക്റ്റോടുകൂടെ ആ ദൈവദാസനെ അംഗീകരിച്ചാൽ അതിന്റെ പ്രതിഫലം.
നമ്മൾ ചിലപ്പോ പറയത്തില്ലേ ആളും തരവും ഒക്കെ നോക്കി ഇടപെടണോ. അന്നേരം കർത്തൃവേല ചെയ്യുന്നവർ ഏത് ശുശ്രൂഷയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വേണം അവരെ ബഹുമാനിക്കാൻ, അവരെ ആദരിക്കാൻ. അതിന്റെ ഏറ്റവും കഷ്ടപ്പാടുള്ള ശുശ്രൂഷ സഭാ ശുശ്രൂഷ തന്നെയാണ്, യാതൊരു സംശയം. ഭാഷന്മാർക്കറിയാം. ഏത് നല്ല ശുശ്രൂഷകൾ ചെയ്താലും ഒരിടത്ത് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ വേറെ ഭാഗത്ത് ഡിസോണറായി. ഒരിക്കലും ഒരു ദൈവാസന എല്ലാരും തൃപ്തിപ്പെടുത്തി ഒരു സഭയും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അന്നേരം പാസ്റ്റർ എന്ന നിലയിൽ ഒരു യഥാർത്ഥ ഒരു ദേവദാസൻ, പാസ്റ്റർ ആയിരിക്കുന്ന ഒരു ദേവദാസൻ, ഇന്നിപ്പം ബൈബിളിൽ എടുക്കുന്ന എല്ലാരും പാസ്റ്റർ എന്നുണ്ട്, അങ്ങനല്ല. ഇടയ പരിപാലനം ചെയ്യുന്ന ദേവദാസന്മാരെ ആ നിലയിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്താൽ അതിന്റെ പ്രതിഫലമുണ്ട്. ഒരു വിശ്വാസി, നീതിമാനായ ഒരു ദൈവ പൈതലാണ് നിന്റെ വീട്ടിൽ വരുന്നെങ്കിൽ ആ ഒരു നിലയിൽ അവനെ ലോകമനുഷ്യനായി കാണാതെ, അവിശ്വാസിയായി കാണാതെ അവനെ ആ നിലയിൽ റിസീവ് ചെയ്താൽ അതിന്റെ പ്രതിഫലമുണ്ട്. ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലമുണ്ട്. ഇനി വാക്കുകൾക്ക് പ്രതിഫലമുണ്ട്. വാക്കുകൾക്ക് മത്തായി 12:36 വായിക്കാം. മത്തായി 12:36. വേറൊരാൾ യാക്കോബിന്റെ ലേഖനം 5:9 വായിക്കണം. മത്തായി 12:36 വായിച്ചേ. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യർ പറഞ്ഞ നിന്റെ ഏത് വാക്കുകളാൽ നിസ്സാര വാക്കിനും, നീതീകരിക്കപ്പെടുകയോ നിന്റെ വാക്കുകളാൽ കുറ്റം നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, കരുതാൻ പറ്റും. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ എല്ലാ നിലയിലും മാനിക്കാൻ പറ്റും. അതേ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ അതുപോലെ നശിപ്പിക്കാനും പറ്റും. ജീവനും മരണവും നാവിന്റെ അധീനതയിലാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വാക്കുകൾക്ക് ഒരു ന്യായവിധിയുണ്ട്. ആവശ്യമില്ലാതെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കരുത്. അസ്ഥാനത്ത് നമ്മുടെ നാവ് ഉപയോഗിക്കരുത്. ലൂക്കോസ് 12:2-3 വായിക്കാം. യാക്കോബ് 5:9. യാക്കോബ് 5:9. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസികൾ വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ സഭയിൽ ഒരു ഞരക്കവും വരത്തില്ലായിരുന്നു, അല്ലേ? ഞരങ്ങിപ്പോകൽ. ന്യായാധിപതി വാതിൽക്കൽ കിടക്കും. ഒരുവിന് വേണ്ടി ഒരുവൻ എന്ത് ചെയ്യല്ല, ഞരങ്ങാൻ വ്യവസ്ഥയില്ല. എന്തിന്? എല്ലാവരെയും ന്യായം വിധിക്കാൻ അധികാരമുള്ളത് കർത്താവിന് മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി മുഴുവൻ പിതാവായ ദൈവം പുത്രന് കൊടുത്തിരിക്കുന്നു. മനസ്സിലായോ? ന്യായം വിധിക്കേണ്ടതൊക്കെ നമ്മുടെ കർത്താവാണ്, നമ്മളല്ല ഒരാളെ വിധിക്കേണ്ടത്. പ്രവർത്തികൾക്ക് ന്യായവിധിയുണ്ട്, വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. മാത്രമല്ല രഹസ്യങ്ങൾക്ക് പോലും ന്യായവിധി ഉണ്ടെന്ന് എഴുതിയേക്കുന്നത്, അല്ലേ? നമ്മൾ മുമ്പ് വായിച്ചല്ലോ. സഭാപ്രസംഗി 12:14 വായിച്ചു. അത്ര കേട്ടെന്ന് എനിക്കറിയത്തില്ല.
കേൾക്കാത്തവർക്ക് ഒന്നുകൂടെ കേൾക്കാം. സഭാപ്രസംഗി 12:14. ബൈബിൾ ആരുടെയിലും കൈവശം ഇല്ലേ? അത് ഒരാൾ തന്നെ വായിക്കട്ടെ എന്നുള്ളത് തീരുമാനിച്ചേക്കുന്നതാണോ? സകല പ്രവൃത്തിയെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. മനസ്സിലായോ? നേരം രഹസ്യമായി പ്രവർത്തിച്ചതും പറഞ്ഞതും എല്ലാം ദൈവം അത് വെളിച്ചത്ത് കൊണ്ടുവരും. ഈ ഭൂമിയിൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ദൈവസന്നിധി രക്ഷപ്പെടാൻ കഴിയാതെ. ലൂക്കോസ് 12:2-3. ലൂക്കോസ് 12:2-3. മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും. അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് ഉരമകളിൽ പോഷിക്കും. എന്ത് കറക്റ്റായിട്ടാണ് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഒന്നും മൂടി വെക്കാനോ രഹസ്യമാക്കാനോ ഒന്നും പറ്റുകയില്ല. അതൊക്കെ വെളിപ്പെടേണ്ട സമയങ്ങളെല്ലാം വെളിപ്പെടും. ആലോചനകൾക്ക് പോലും ന്യായവിധിയുണ്ട്. 1 കൊരിന്ത്യർ 4:5, റോമർ 14:10. അതുകൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. 1 കൊരിന്ത്യർ 4:5, റോമർ 14:10. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. മതി. The counsels of the hearts will be manifested. നേരം റോമർ 14:10 വായിച്ചോ? അതുകൂടെ വായിച്ചേ. റോമർ 14:10. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ആമേൻ. നേരം പ്രവൃത്തികൾക്കും വാക്കുകൾക്കും രഹസ്യങ്ങൾക്കും ആലോചനകൾക്കും ന്യായവിധിയുണ്ട്. മനസ്സിലായോ? അതനുസരിച്ചുള്ള പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പ്രതിഫലത്തിൽ കൂടുതൽ കിട്ടുന്നവരുണ്ട്, കുറച്ച് കിട്ടുന്നവരുണ്ട്, ഒന്നും കിട്ടാത്തവരുണ്ട്. അത് നമ്മൾ പിന്നെ പഠിക്കും. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തരുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പ്രൈസ് ലോർഡ്. വിശ്വാസിയുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന 3 സാദൃശ്യങ്ങളുണ്ട്. ഒന്ന് ഗ്രഹവിചാരകത്വം. ഗ്രഹവിചാരകത്വം. എന്താണ് ഈ ഗ്രഹവിചാരകത്വം എന്ന് പറഞ്ഞ? ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടിൽ അല്ലെ നമുക്ക് ഉള്ള പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ നമ്മൾ നിയമിച്ചാൽ ആ ഗ്രഹവിചാരകന് സ്വന്തമായിട്ടൊന്നും ഓടില്ല. ലഭിച്ചതെല്ലാം വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം.
അവൻ എന്താണോ ഏൽപ്പിച്ചത്, വീടാണോ വയലാണോ പറമ്പാണോ എന്താണോ, അത് വിശ്വസ്തയോടെ അവൻ വ്യാപാരം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കണം. നമ്മളെ ഇതുപോലെ ദൈവസഭയിൽ നമുക്ക് ചില ശുശ്രൂഷകൾ തന്ന് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. നല്ല നല്ല കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പലർക്കും ഇല്ലാത്ത നല്ല കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. പണം ദൈവം തന്നിട്ടുണ്ട്. ചില സ്വാധീനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദമാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ നേടി, 2 താലന്ത് കിട്ടിയവൻ 2 കൂടെ നേടി, 1 താലന്ത് കിട്ടിയവൻ ഒന്നും നേടിയില്ല, അവൻ അത് കുഴിച്ചിട്ടു. മടിയനും ദുഷ്ടനുമായ ദാസനെ എന്നാണ് യജമാനൻ വന്നപ്പോൾ അവനെ വിളിച്ചത്. അന്നേരം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ വിശ്വസ്തത പുലർത്തുക. അന്നേരം പൗലോസ് വിശ്വാസിയുടെ ജീവിതത്തിലെ ശോധന ചെയ്യാൻ വേണ്ടി വന്ന പദമാണ് ഒന്ന് ഗ്രഹവിചാരകത്വം. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 9:24 മുതൽ 27 വാക്യങ്ങളിലാണ്. 1 കൊരിന്ത്യർ 9:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ്. വായിക്കാമോ? ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ അതെ. രണ്ടാമത് പൗലോസ് പറയുന്നത് ഇതൊരു പന്തയ ഓട്ടമാണ്, വെച്ച് ഓടുകയാണ്. എങ്ങനെ ഓടണം? ബിരുദ പ്രാപിക്കത്തക്കവണ്ണം ഓടണം. എങ്ങനെയെങ്കിലും അങ്ങ് ഓടാനല്ല, ഏതുവഴിയെങ്കിലും ഓടാനല്ല പറയുന്നത്. ദൈവം വെച്ച ട്രാക്കിൽ കൂടെ ബിരുദ പ്രാപിപ്പാൻ വേണ്ടി ട്രാക്ക് തെറ്റാതെ നമ്മൾ ഓടണം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് ഓടണം. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായത് എന്ത് ചെയ്തു? പിന്നിലുള്ളതിനെ മറന്നില്ല, ഓടുന്ന കൂട്ടത്തിൽ തിരിഞ്ഞു നോക്കി പോയി. പിന്നിലുള്ളതിനെ മറന്ന് ഓടണം. എബ്രായർ 12:1 വായിക്കുന്നത് സ്ഥിരതയോടെ ഓടണം. 2 തീമോഥെയോസ് 2:5 പറയുന്നത് ചട്ടപ്രകാരം ഓടണം. പന്തയ ഓട്ടമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓട്ടം ബിരുദ പ്രാപിക്കാൻ വേണ്ടിയാ ഓടേണ്ടത്. അതിന് ചെയ്യേണ്ടത് പിൻപിലുള്ളതിനെ മറക്കണം, സ്ഥിരതയോടെ ഓടണം, ചട്ടപ്രകാരം ഓടണം. മനസ്സിലായോ? മൂന്നാമത് ഒരു കെട്ടിടത്തോടാണ് ഒരു വിശ്വാസിയെ പൗലോസ് ഉപമിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 3:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശാലമായി കിടപ്പുണ്ട്, വായിക്കണമെന്നില്ല. കെട്ടിടത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പണി എപ്രകാരമെന്ന് സ്വയം ശോധന ചെയ്യണം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകൾ കണ്ടല്ലോ, പണിതുകൊണ്ടിരുന്ന 2 നില കെട്ടിടം താഴെ പോയി, പല കെട്ടിടങ്ങളും ഇടിഞ്ഞു പോയി, പാലം പണിതുകൊണ്ടിരുന്ന പാലം പൊളിഞ്ഞു പോയി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? അന്വേഷിച്ചപ്പോൾ
അത് ബലത്തോടെ നിൽക്കാൻ ആവശ്യമുള്ള സിമെന്റോ മണ്ണോ അത് കമ്പിയോ ഒന്നുമില്ല. 2 നില കെട്ടിടോ, പക്ഷെ അതിനാവശ്യത്തിനുള്ള കമ്പി ചേർത്തില്ല, വെറും മണ്ണ് മാത്രമായി. അത് പോയി. എന്നാലും നമ്മുടെ പണി എങ്ങനെയാണെന്ന് നോക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? കൊലോസ്യർ 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. ആമേൻ. നമ്മുടെ പണി എങ്ങനെ ആയിരിക്കണം? നമ്മൾ എന്ത് ചെയ്താലും കർത്താവിനെ മുൻനിർത്തിയേ ചെയ്യാവൂ. മനസ്സിലായോ? നമുക്ക്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമായിരിക്കും, ഏതാണ്ട് 5 പ്രധാന കിരീടങ്ങളാണ് പ്രതിഫലമായിട്ട് ലഭിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? പാസ്റ്റർമാർക്ക് കിട്ടാൻ പോകുന്ന കിരീടം, ഇടയ ശ്രേഷ്ഠം പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന് വാലാത്ത കിരീടം കിട്ടും. പൗലോസ് പറഞ്ഞു നീതിയുടെ കിരീടമുണ്ട്, പിന്നെ പ്രശംസാ കിരീടം ഉണ്ട്, പിന്നെ ജീവന്റെ കിരീടം, ജീവന്റെ കിരീടം അല്ലേ? അതായത് കിരീടങ്ങളെ കൂടാതെ ലഭിക്കുന്ന മറ്റു പ്രതിഫലങ്ങളുണ്ട്. മനസ്സിലായോ? കിരീടം മാത്രമല്ല, കിരീടങ്ങളെ കൂടാതെ ചില കാര്യങ്ങളും നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ലഭിക്കും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലങ്ങളിലെ അതിലെ ശോഭയേറിയ അവസ്ഥ നമുക്ക് ലഭിക്കും. ശോഭയേറിയ അവസ്ഥ. അതുകൊണ്ടാണ് 1 കൊരിന്തി 15:40 പൗലോസ് പറയുന്നുണ്ട്, മരിച്ച വിശ്വാസികളായിട്ടുള്ളവരൊക്കെ മരിക്കുമ്പോൾ കർത്തദാസന്മാർ ആ വേദഭാഗങ്ങൾ ഓർപ്പിക്കാറുണ്ട്. ഒന്ന് വായിച്ചേ, 1 കൊരിന്തി 15:40. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഓരോരോ നക്ഷത്രങ്ങൾക്കും തേജസ്സിന് വ്യത്യാസമുള്ളതുപോലെ, ശോഭയ്ക്ക് വ്യത്യാസമുള്ളതുപോലെ, ഓരോ ദൈവമക്കൾക്കും അവരുടേതായ നിലയിൽ ശോഭ ദൈവം തരും, ശോഭയേറിയ അവസ്ഥ ദൈവം തരും. മനസ്സിലായോ? രണ്ടാമത്, കിരീടങ്ങളെ കൂടാതെ ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലമാണ് വലിയവൻ എന്ന സ്ഥാനം. മത്തായിയുടെ സുവിശേഷം 5:19 ഒരു വാക്യമുണ്ട്, വായിക്കാം. മത്തായി 5:19. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ദൈവവചനം ഉള്ളതുപോലെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പഠിപ്പിച്ചാൽ, അങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ വലിയവൻ എന്നുള്ള സ്ഥാനം കിട്ടും. അത് കിട്ടും. ഇവിടെ വലിയവരെന്നൊക്കെ പറഞ്ഞ് നടന്നവർ ചിലപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പം തീരെ ചെറിയ സ്ഥാനത്തിലായിരിക്കും ഇരിക്കുന്നത്. കാരണം അവരെ പഠിപ്പിച്ച തെറ്റായിട്ടാണ്. മനസ്സിലായി? മൂന്നാമത്, സിംഹാസനം എന്ന വലിയ പ്രതിഫലം ദൈവം തരും. വെളിപ്പാട് 3:21 ഉണ്ടല്ലോ, ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം ലഭിക്കും, അല്ലെ? കഷ്ടങ്ങൾ സഹിച്ച് ജയിച്ചവർക്ക് സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ഒരവസരം കിട്ടും. ഇവിടെ നമ്മൾ ചില വീട്ടിൽ ചെന്നാൽ നമ്മളെ ഇരിക്കാൻ പോലും പറയത്തില്ല, ഒരു കസേര പോലും നമുക്ക് നീക്കിയിട്ട് തരത്തില്ല. പല സ്ഥലങ്ങളിലും നമുക്ക് സീറ്റേ ഇല്ല.
എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ കഷ്ടം സഹിച്ച് ജയിച്ചാൽ കർത്താവ് ഇരിക്കുന്ന പോലെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള വരം ദൈവം തരും. നാലാമത് നമുക്ക് തരാൻ പോകുന്ന അടുത്തൊരു പ്രതിഫലമാണ് ന്യായവിധിയുടെ അധികാരം. സഹസ്രാബ്ദ ഭൂമിയിൽ നമ്മൾ അത് പ്രയോഗിക്കും. ദൂതന്മാരെ വിധിക്കാൻ നമുക്ക് അധികാരം ദൈവം തരും. ഇവിടെ നമ്മള് വലിയ അധികാരങ്ങളൊന്നും നമുക്കില്ല. ലോകപ്രകാരം നമ്മൾ മന്ത്രിയോ MLA MP യോ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടപെടുന്നവരല്ല. എന്നാൽ ഒരു സമയം വരാൻ പോകാം. ദാനിയേൽ പ്രവചനം 7:21 നമ്മൾ വായിക്കുമ്പോൾ നിശ്ചയമായും നമുക്കൊരു അധികാരം ദൈവം തരും. അഞ്ചാമത്, നിന്ദകൾ സഹിക്കുന്നവർക്കും പീഡനങ്ങൾ സഹിക്കുന്നവർക്കും ദൈവം പ്രതിഫലം തരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നമുക്ക് സ്പഷ്ടമായി കാണുവാൻ തക്കവണ്ണം നമ്മളെ അയച്ചു. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായി 5:11-12. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന മതി. നിന്ദകൾക്കും പീഡനങ്ങൾക്കുമുള്ള പ്രതിഫലം അത് വളരെ വലുതാണ്, നമുക്കത് കിട്ടും. അതുപോലെ ഭൗതിക നന്മകളിൽ നിന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് അതിൻ്റെതായ പ്രതിഫലങ്ങളുണ്ട്. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ഒരിക്കലും ദൈവം നമ്മെ മറന്നു കളയത്തില്ല. അവൻ അനീതിയുള്ള ദൈവമല്ല. എന്താണോ നമ്മൾ ചെയ്യുന്നത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം എന്ത് ചെയ്തോ അതിനെല്ലാം പ്രതിഫലം തരുന്ന ഒരു ദിവസവും. ഒരിക്കലും ചിന്തിക്കല്ലേ നമ്മൾ ചെയ്തൊരു നന്മ ഇവിടെ തന്നെ കിട്ടി തീർന്നെന്ന്. ഒരിക്കലും അല്ല. ഇവിടെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ പൂർണ്ണമായത് ലഭിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെയാണ്. സ്തോത്രം. ഇനി ഒരു 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തും. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിലുള്ള വിശ്വാസികളെ നമുക്ക് ഇന്ന് 3ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വരുന്ന ദൈവമക്കൾ. കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാം ഉയർക്കുമല്ലോ. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും, പിന്നെ ജീവനോടുള്ളവർ രൂപാന്തരപ്പെടും. അങ്ങനെ കോടിക്കണക്കിന് വിശുദ്ധന്മാര് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എത്തും. അന്നേരം നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. 1, ലോത്തിനെ പോലെയുള്ള വിശ്വാസികൾ. എന്തുകൊണ്ടാണ് ലോത്തിനെ പോലുള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ? ലോത്തിന് എന്നാ സംഭവിച്ചത്? അലഞ്ഞുപോയ ലോത്ത് അലഞ്ഞുപോയി. ഫലഭൂഷ്ടമായ പ്രദേശം നോക്കി. ലോത്ത് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയൊരു മനുഷ്യനാ. ലോത്തിന്റെ സകല പ്രയത്നങ്ങളും സോതോമിൽ വെന്തുപോയി, അല്ലേ? പോയില്ലേ? ദൈവത്തിന്റെ ദൂതന്മാര് പറഞ്ഞു, ഞാൻ കാണിക്കുന്ന പർവ്വതത്തിലോട്ട് പോകാൻ പറഞ്ഞപ്പോ അതുപോലും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങോട്ട് പോകാൻ. ലോത്ത് പറഞ്ഞ പർവ്വതത്തിലോട്ടാ പോയ പുള്ളി. ലോത്ത് കാണിച്ചു, എനിക്ക് അവിടെ വരെ ഓടി എത്താനുള്ള ശക്തിയില്ല. ദൈവം പറഞ്ഞെങ്കിൽ ശക്തി തരുന്ന ദൈവമല്ലേ. അത് പറഞ്ഞ് ഇവിടെ അടുത്തൊരു പർവ്വതം കൊണ്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ പൊക്കോളാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ
തങ്ങളുടെ സകല പ്രവൃത്തികളും വെന്തുപോയി. തീയിൽ കൂടി എന്ന പോലെ രക്ഷ പ്രാപിച്ച ഒരു മനുഷ്യനാണ് ലോത്ത്. 1 കൊരിന്ത്യർ 3:15 തീയിൽ കൂടെ എന്ന പോലെ രക്ഷ പ്രാപിക്കുന്നതിന്റെ ഒരു ചിത്രീകരണം പൗലോസ് കൊടുത്തിട്ടുണ്ട്. അങ്ങ് രക്ഷപ്പെട്ടു. ഏതായി മനസ്സിലായോ? പണ്ടൊക്കെ ഞങ്ങളൊക്കെ SLC പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ കേട്ടിട്ടുണ്ട്, ഈ 185 മാർക്ക് വാങ്ങിച്ചാൽ ബാക്കി ഗവൺമെന്റ് കൊടുക്കും. 210 അല്ലേ? മോഡറേഷൻ. മോഡറേഷൻ. അങ്ങനെ അത് അങ്ങനെ 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 മോഡറേഷൻ കിട്ടി ജയിച്ചൊരു മനുഷ്യനാണ് ലോത്ത്. മനസ്സിലായോ? എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്തതായിട്ടോ കൊടുത്തതായിട്ടോ വാങ്ങിയതായിട്ടോ വല്ലതും ലോത്തിന്റെ ജീവിതത്തിലുണ്ടോ? പറ. ഇല്ല. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്. അത് ക്രൂശിലെ കള്ളനെ പോലുള്ളൊരു വിശ്വാസിയാണ്. ക്രൂശിലെ 2 കള്ളന്മാരില് ഒരുവനാണ് യേശുവിനെ എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. ഗുരു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഇങ്ങോട്ട് ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അല്ലെ? എന്താ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്? ഈ കുരിശിലെ കള്ളന്റെ അവസ്ഥ നോക്കിക്കേ. ജീവിതത്തിലെ അന്ത്യ നിമിഷത്തിൽ രക്ഷിക്കപ്പെട്ടു. യാതൊരു സേവനത്തിനും തനിക്ക് അവസരം ലഭിച്ചില്ല. ഉണ്ടോ? അതൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ മരിക്കാറായൊക്കെ കിടക്കുന്ന രോഗികളിലേക്ക് ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ മരിച്ചു. ഒരുപാട് പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, സ്നാനപ്പെടാൻ പോലും അവർക്ക് അവസരം കിട്ടാറില്ല. അവർ രക്ഷിക്കപ്പെട്ട് മരിച്ചു. ലോത്തിനെ പോലെയുള്ളവർ. കാരണം ജീവിതത്തിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ അവസരം കിട്ടാതെ മരിച്ചവർ. ഒരു 10 രൂപ പോലും സ്തോത്രാഴ്ച ഇടാൻ നിവൃത്തിയില്ലാതെ മരിച്ചവർ. ഒന്നിനും അവസരം കിട്ടാതെ പോയവർ. അങ്ങനെയുള്ളവരും ഉണ്ടാകും. ഇല്ലേ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുന്ന അന്ന് ദൈവത്തിന് ചേർക്കപ്പെട്ട എത്രയോ പേരുണ്ട്. അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂന്നാമതൊരു കൂട്ടരുണ്ട്. നിങ്ങൾക്ക് പറയാമെങ്കിൽ പറയാം. കുരിശിലെ കള്ളനെ പോലെ എന്തോ നമ്മൾ ചിന്തിച്ചത്, ജീവിതത്തിലെ അന്ത്യ നിമിഷത്തിൽ രക്ഷിക്കപ്പെട്ട യാതൊരു സേവനത്തിനും അവസരം ലഭിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നഷ്ടപ്പെടുവാനോ പ്രതിഫലമായിട്ട് എന്തെങ്കിലും ലഭിക്കുവാനോ ഒന്നുമില്ല. മൂന്നാമത്തെ കൂട്ടരാരാ? പറയാമെങ്കിൽ പറയാം. നിങ്ങളിൽ ആരെങ്കിലും ലോത്തിനെ പോലുള്ളവരും വല്ലോ ഇതിനകത്തിരിപ്പുണ്ടോ? ക്രൂശിലെ കള്ളനെ പോലുള്ള ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? ഇല്ല. നമ്മൾ ഇത് രണ്ടും വാങ്ങി നമ്മൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇത് രണ്ടും ഇപ്പം തന്നെ ഇത് പറഞ്ഞപ്പോൾ ചിലർക്ക് എന്നോട് ദേഷ്യം വന്നെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാ, എനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റിയ. എന്നാ പോട്ടെ, നിങ്ങൾ മൂന്നാമത്തെ ലിസ്റ്റിൽപ്പെട്ടവരാ. അതാരാന്ന് പറ. അത് നമ്മള് മണവാട്ടി ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം ദൈവവചനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന വിശ്വാസം. ഞാനതിന് ഉദാഹരണം പറഞ്ഞ 3 കൂട്ടരെന്നാ ഞാൻ പറഞ്ഞത്. അതില് 1 ലോത്തിനെ പോലുള്ളവർ, 2 ക്രൂശിലെ രക്ഷിക്കപ്പെട്ട കള്ളനെ പോലുള്ളവർ, 3 ഇച്ചിരി ആലോചിച്ചാൽ കിട്ടും. ക്രിസ്തുവിനെ ധരിച്ചോ? ക്രിസ്തുവിനെ ധരിച്ചോ? ഇവരൊക്കെ ക്രിസ്തുവിനെ ധരിച്ചവരല്ലേ? അവർക്ക് ക്രിസ്തുവിനെ ധരിച്ച
പൗലോസിനെ നമ്മളാണ് നമ്മൾ സ്നാനപ്പെട്ടതിനേക്കാൾ വലിയ സ്നാനം സ്വീകരിച്ച ക്രൂശിലെ കളർ. സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനോട് കൂടെ മരിക്കുകയോ അടക്കോ ഉയർത്തെഴുന്നേൽക്കുക അല്ലെ? അത് യേശുവിന്റെ കൂടെ കിടന്ന് എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, നീ എന്നോട് പ്രതീക്ഷിച്ചിരിക്കും, ഇതെല്ലാം സംഭവിച്ചതാ. മനസ്സിലായി? ആ വലിയ ഭാഗ്യ പുള്ളി കിട്ടി. ചില ചോദ്യത്തിലെ ക്രൂശിലെ കള്ളൻ സ്ഥാനപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. ക്രൂശിലെ കള്ളൻ സ്ഥാനപ്പെട്ടോ, പിന്നെ പുള്ളി സ്വർഗത്തിൽ പോയില്ലേ? ക്രൂശിലെ കള്ളൻ വെള്ളത്തിൽ പൊങ്ങി സ്നാനപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെയാണ്, ക്രൂശിലെ കള്ളയപ്പോ ആകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അത് ശരിയാ, നിങ്ങളും ക്രൂശിലോട്ട് കയറാൻ പറയാം. നിങ്ങളുടെ കൈയും കാലും ആണി അടിക്കപ്പെട്ട് യേശുവിനോട് കയറ, അത് സഹിക്കേ, അതിനൊന്നും ഒരു തയ്യാറല്ല. മുടന്തന്നായം പറയാൻ മുമ്പിൽ വരും അല്ലെ? പോട്ടെ. മൂന്നാമത് പൗലോസിനെ പോലെയുള്ളവർ. എന്താണ്? പൗലോസിനെ പോലെയുള്ളവർ. നമ്മൾ മുമ്പ് ഇവിടെ വായിച്ചതായിരുന്നു. ഞാൻ നല്ലപോലെ പൊരുതി അല്ലേ? 2 തിമോഥെയോസ് 4:7 വായിച്ചായിരുന്നു മുമ്പ്. ഞാൻ നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ കാര്യങ്ങൾ അല്ലേ? നമ്മൾ നമ്മുടെ നിലയിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ പോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിശാചിനോടും ലോകത്തോടും ജനത്തോടും. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാ നമ്മള്. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും ക്രൂശിലെ കള്ളന്റെ പരിസ്ഥിതി നിൽക്കുന്നവരല്ല. നമ്മൾ ലോത്തിനെ പോലെ പ്രയാസേന രക്ഷപ്പെടാവുന്ന ചിന്തിച്ചിറങ്ങിയവരല്ല. നമ്മൾ യുദ്ധം ചെയ്യുകയാണ്, ഇപ്പോഴും ഫൈറ്റ് ചെയ്യുകയാണ്. ഓട്ടം തികച്ചു. നമ്മുടെ ഓട്ടത്തിന് തടസ്സം ഉണ്ടാക്കാൻ എത്ര ശക്തികൾ വന്നു. ഗവൺമെന്റ് എഴുന്നേറ്റിട്ടില്ലേ? അയൽവാസികൾ എഴുന്നേറ്റിട്ടില്ലേ? സഹപ്രവർത്തകർ എഴുന്നേറ്റിട്ടില്ലേ നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്താൻ? പക്ഷെ പൗലോസ് പറയാണ്, ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. 15-20 വർഷമൊക്കെ പെന്തക്കോസ്ത് സഭകളിൽ ദൈവത്തെ ആരാധിച്ചവർ നാളെ ഒരു സുപ്രഭാതത്തിൽ പിന്മാറിപ്പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ദൈവിക കുടുംബത്തിൽ ജനിച്ച പല തലമുറകളും ദൈവത്തെ വേണ്ടാത്തവരായി മാറുമ്പോൾ പൗലോസ് ധൈര്യത്തോടെ ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയായി പറയുകയാണ്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. നല്ല ഫൈറ്റ്, ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ് എന്നാ. വേണ്ടാത്ത അടിപിടിക്ക് പോയാൽ നല്ല എഴുതിയേക്കുന്നത്. പൗലോസിന്റെ ഫൈറ്റ് ലോകത്തോടുള്ള ഫൈറ്റ് ആയിരുന്നു, ജഡത്തോടുള്ള ഫൈറ്റ് ആയിരുന്നു. ആത്മീയ മനുഷ്യനെ ഞെരിക്കുന്ന ജഡീയ മനുഷ്യനെ പൗലോസ് ജയിക്കുമായിരുന്നു. ഓട്ടം തികച്ചു. നമ്മൾ ഓടുകയാണ്. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ശ്വാസം കാത്തു. എന്നിട്ട് ഇദ്ദേഹം ധൈര്യത്തോട് പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്തോ പ്രത്യാശ നോക്കിക്കേ. ആ ദിവസം ന്യായാധിപൻ എനിക്കത് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച പ്രിയ CP ജോണിനും TD ലാലു പാസ്റ്റർക്കും നിമ്മി സിസ്റ്റർക്കും സൂസമ സിസ്റ്റർക്കും നമുക്കെല്ലാവർക്കും ആ കിരീടം കിട്ടും. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കണം. ഞാൻ പ്രിയം വെക്കുക എന്ന് പറയുമ്പോൾ ആ വാക്കൊക്കെ വലിയ വലിയ വാക്കാണ്. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി കൊതിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, ഈ ലോകത്തെ ചപ്പൊന്നും ചവറൊന്നും എണ്ണിയവർ, കർത്താവേ ആമേൻ കർത്താവേ വരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. മനസ്സിലായോ? ജീസസ്.
നമുക്കൊരു പ്രതിഫലമുണ്ട്. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലം തരാൻ പോവുകയാണ്. ഇനി അധികം താമസിക്കാതെ നമ്മുടെ കർത്താവ് വരും. നാം ഇവിടുന്ന് എടുക്കപ്പെടും. മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവിന്റെ സിംഹാസനം വെക്കും. നമ്മുടെ പ്രതിഫലം അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കും. നമുക്കൊരു തേജസ് ദൈവം തരും. നമുക്കൊരു സ്ഥാനം ദൈവം തരും. നമുക്കൊരു പദവി ദൈവം തരും. നമ്മൾ എന്താണോ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് തക്ക പ്രതിഫലം ദൈവം തരും. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ സ്തോത്രം. ഗോമി ബ്രദർ പ്രാർത്ഥിച്ചാൽ അതെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, നല്ലൊരു വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമായി ദൈവവചനങ്ങളെ പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച തന്റെ കൃപയ്ക്കായി സ്തോത്രം. എന്റെ ദാസനെ ശക്തമായി ദൈവം ഉപയോഗിച്ച് കർത്താവെ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതായ അനേക കാര്യങ്ങൾ ദാസനിൽ കൂടെ ഞങ്ങൾക്ക് പകർന്നു തരുവാൻ കർത്താവ് ബലപ്പെടുത്തി ഓർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയം കർത്താവിനും കുടുംബത്തെയും സെമിനാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാം ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത് ധാരാളമായി അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം കർത്താവ്. ഇത് പഠിക്കുന്ന തന്റെ ജനമായിരിക്കും ഞങ്ങൾ